മക്കളാണ്. ഒന്ന് യാക്കൂബ് നബി, മറ്റൊന്ന് ഈസ്. ഈസ് എന്ന് പറയുന്ന മനുഷ്യനിൽ നിന്നാണത്രേ യൂറോപ്യന്മാരും അമേരിക്കൻസും ആ ഭാഗങ്ങളിൽ വെസ്റ്റേൺ രാജ്യങ്ങളിലുള്ള മുഴുവൻ ആളുകളുടെയും മനുഷ്യപിതാവ് ഈസ് ഇബ്നു ഇസ്ഹാഖ്. ഇസ്ഹാഖ് നബിയുടെ മകൻ ഈസാണത്രേ. എന്നാൽ ജോർഡാൻ, ലെബനോൻ, പാലസ്റ്റൈൻ, ജസീറത്തുൽ അറബ് അടക്കമുള്ള അവിടെ നിന്നിങ്ങോട്ടുള്ള ഈസ്റ്റേൺ രാജ്യങ്ങളുടെ മനുഷ്യരുടെ പിതാവ് യാക്കൂബ് നബി അലൈഹിസ്സലാമാണ്. യാക്കൂബ് നബിയുടെ 12 മക്കളിലൂടെയാണ് അവർ വരുന്നത്. മനുഷ്യൻ്റെ ആന്ത്രോപോളജി, ഇസ്ലാമിക് ആന്ത്രോപോളജി അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. പുണ്യനബി പഠിപ്പിച്ച ഹദീസാണ് നമ്മൾ ചർച്ചയ്ക്ക് വെക്കുന്നത്. എൻ്റെ മുമ്പിൽ കിടക്കുന്ന പ്രൂഫുകൾ അതാണ്. അത് വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. പല സോഷ്യോ സയൻറ്റിസ്റ്റുകൾക്കും വേറെ അഭിപ്രായങ്ങളുണ്ടാകാം. ആയിക്കോട്ടെ, അതൊന്നും കുഴപ്പമില്ല. ഈസിൻ്റെ മക്കളാണ് യൂറോപ്യരെങ്കിൽ ബനൂ ഇസ്രായേലുകളുടെ പിതാവാണ് യാക്കൂബ് അലൈഹിസ്സലാം. രണ്ടുപേരും ഇസ്ഹാഖ് നബിയുടെ മക്കളാണ്. ഇസ്ഹാഖ് നബി ആണെങ്കിലോ ഇബ്രാഹിം നബിയുടെ മകനാണ് അലൈഹിസ്സലാം. നിങ്ങൾ ആ ചിത്രം ശരിക്കും കിട്ടിക്കാണുമ്പോൾ ഇന്നി ഉരീദു അൻ തബൂഅ ബിഇസ്മി വഇസ്മിക ഫതകൂന മിൻ അസ്ഹാബിൻ നാർ വദാലിക ജസാഉൽ ളാലിമീൻ. ബനൂ ഇസ്രായേൽ എന്ന് പറയുന്ന വലിയ ഒരു സമൂഹത്തിൽ ആദ്യം നടന്ന ഫിത്നയും ആദ്യം നടന്ന പ്രശ്നവും ഫിന്നിസാ, ഒരു പെണ്ണിനെ ചൊല്ലിയായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണുങ്ങൾ മോശക്കാരികളായതുകൊണ്ടല്ല സഹോദരിമാരെ, നിങ്ങൾ മോശക്കാരികളായതുകൊണ്ടല്ല. നമുക്കിടയിൽ കിടക്കുന്ന ഏതെങ്കിലും ഒരു പെണ്ണിന് ഉണ്ടാകുന്ന അബദ്ധമായിരിക്കും അവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെടുക. അതുകൊണ്ട് വളരെ വൾനറബിളാണ് നമ്മുടെ ജീവിതമെന്ന് മനസ്സിലാക്കണം. സ്ഫടിക സമാനമാണ്, തട്ടിയുടയാൻ എളുപ്പമാണ്. കണ്ട ഇൻസ്റ്റഗ്രാമിലും മറ്റും ഫ്രണ്ട്ഷിപ്പ് ആഡ് ചെയ്ത് ഒരു പരിചയവുമില്ലാത്ത ആളുകളുമായി നിരന്തര ബന്ധത്തിലും സമ്പർക്കത്തിലുമായി ആ ബന്ധങ്ങൾ പ്രേമമായി മാറി, പിന്നെ കാഴ്ചകളായി, മീറ്റിങ്ങുകളായി, അങ്ങനെ ജീവിതം വഴിവിട്ടു പോകുമ്പോൾ ആലോചിക്കണമേ, ഞാനൊരു ഫിത്നയിലേക്കാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. പുരുഷന്മാരറിയണേ, ഫിത്ന പിശാച് കൂടെ കൂടുന്നത് പെണ്ണിൻ്റെ വിഷയം ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ്, അവരുടെ സൗന്ദര്യത്തിൽ മോഹിപ്പിച്ചുകൊണ്ടാണ്, വികാരമിളക്കുന്ന ചില ചിന്തകൾ നൽകിയതിൻ്റെ പേരിലാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിക്കുന്നു, ഖാബീലും ഹാബീലും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഖാബീൽ അനുജനോട് കാണിച്ച അസൂയയാണ്. ആ അസൂയ തന്നെ ഖാബീൽ കല്യാണം കഴിക്കണമെന്ന് വിചാരിച്ച പെണ്ണിനെ ആദം നബി അലൈഹിസ്സലാം ഖാബീലിന് കൊടുക്കാതെ ഹാബീലിന് നിയമിച്ചു കൊടുത്തു, അല്ലെങ്കിൽ ഏൽപ്പിച്ചു കൊടുത്തു എന്നതിൻ്റെ പേരിലാണ്. തന്നെ കൊല്ലാൻ കൈനീട്ടുമ്പോൾ ഹാബീൽ പറഞ്ഞ വാക്കുണ്ട്, നീ എന്നെ കൊല്ലാൻ വേണ്ടി കൈനീട്ടുകയാണെങ്കിൽ, എനിക്ക് നേരെ നീ കൈനീട്ടുകയാണെങ്കിൽ നിന്നെ കൊല്ലാൻ ഞാനില്ല, ഞാൻ നിന്നെ തിരിച്ചു കൊല്ലാൻ ശ്രമിക്കുക പോലുമില്ല. ഇന്നി ഉരീദു അൻ തബൂഅ ബിഇസ്മി വഇസ്മിക ഫതകൂന മിൻ അസ്ഹാബിൻ നാർ വദാലിക ജസാഉൽ ളാലിമീൻ. അതുകൊണ്ട് ക്യാമ്പസുകളിൽ താമസിക്കുന്ന മക്കൾ, കോളേജുകളിൽ പോയി വരുന്ന മക്കൾ, പ്രായപൂർത്തിയായ മക്കളാണ് ഇവരൊക്കെ. ഒന്ന് ആലോചിക്കണം. 13 വയസ്സ് കഴിഞ്ഞാൽ 14 15 മാക്സിമം ശരീരത്തിന് പ്രായപൂർത്തിയാകുന്ന പ്രായമാണ്. അതുകൊണ്ട് മിക്സ്ഡ് ക്ലാസ് റൂമുകളാണ് നമ്മുടെ സ്കൂളിലോ കോളേജിലോ ഉള്ളതെങ്കിൽ പോലും ഇസ്ലാമിക ശരീഅത്ത് പ്രകാരം വളരെ നിയന്ത്രിതമായ ബന്ധങ്ങളെ ഓപ്പോസിറ്റ് ജെൻഡറുമായി പാടുള്ളൂ എന്ന് പറയുന്ന മതമാണ് ഇസ്ലാം. നിയന്ത്രണങ്ങൾ വേണം. ഇത് ആഭാസമായി ജീവിക്കുന്ന ലോകമല്ല, വിചാരണയ്ക്ക് വിധേയമാവേണ്ട ലോകമാണ്. ഒരു നിക്കാഹിലൂടെ അനുവദിക്കപ്പെടുന്ന ബന്ധം പോലെയല്ല ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ ഉണ്ടാകുന്ന ബന്ധങ്ങൾ. നിക്കാഹിൻ്റെ ബന്ധത്തിൻ്റെ 1000-ൽ ഒരു അംശത്തിലേക്ക് എത്തുകയില്ലല്ലോ. കൂടെ പഠിച്ചു എന്ന ബന്ധം, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടായിരുന്നു എന്ന ബന്ധം, അല്ലെങ്കിൽ എന്നെ എക്സാമിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന ബന്ധം. അതുകൊണ്ട് ഗൗരവമാണ്, ശ്രദ്ധിക്കണം. ഒരു തിന്മ സംഭവിച്ചു പോകുന്നതാണ് അപകടം. അത് കഴിഞ്ഞാൽ തിന്മകൾ ആവർത്തിക്കും. ആദ്യത്തെ തിന്മയാണ് പ്രശ്നം. അതിനവസരങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പിറകെ വരുന്ന തിന്മകൾ അതിലും നിസ്സാരമായി തോന്നും. അത് വലിയ അപകടമാണ്. ഇന്നി ഉരീദു അൻ തബൂഅ ബിഇസ്മി വഇസ്മിക
ഹാബീലേ, നീ ചെയ്ത കുറ്റത്തിൻ്റെ പാതകം, നീ എന്നെ കൊല്ലുന്ന കൊലപാതകത്തിൻ്റെ ശിക്ഷയും ഇതെല്ലാം നിന്റെ അക്കൗണ്ടിലേക്ക് വരണം. നീ എന്നെ കൊല്ലാൻ വരുമ്പോൾ പോലും നിന്നെ തിരിച്ചു കൊല്ലാൻ ഞാൻ കൈ നീട്ടുകയില്ല എന്ന് വളരെ നിഷ്കളങ്കമായി മറുപടി കൊടുത്ത ഹാബീൽ ആദ്യത്തെ കൊലപാതകത്തിൽ മരണമടഞ്ഞ സഹോദരനാണ്. ജ്യേഷ്ഠനാണ് അനുജനെ കൊല്ലുന്നത്, ജ്യേഷ്ഠനാണ് അനുജനെ കൊന്നത്. ഒരു വീട്ടിൽ നടന്ന കൊലപാതകമാണ്. ഭൂമിയിൽ നടന്ന ആദ്യത്തെ കൊലപാതകം, ആദ്യത്തെ തെറ്റെന്ന് പറയുന്നത് സ്വർഗലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് വന്നപ്പോൾ ആദ്യം നടന്നത് കൊലപാതകമാണ്. അതുകൊണ്ട് തങ്ങൾ പറഞ്ഞു, ഭൂമിയിൽ നടക്കുന്ന സർവ്വ കൊലപാതകങ്ങളുടെയും ശിക്ഷയിൽ ഒരംശം ഹാബീലിൻ്റെ അക്കൗണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലിഅന്നഹു, കാരണം അവനാണ് അവ്വലുമൻ സന്നൽ ഖത്ൽ, കൊലപാതകം തുടങ്ങി വെച്ചത് അയാളാണല്ലോ. അതുകൊണ്ട് ആരൊക്കെ തന്നെ തുടർന്ന് ആ പണി ചെയ്യുന്നുണ്ടോ, തന്നിൽ ഇൻസ്പയർഡായിട്ട് ചെയ്യുന്ന കുറ്റങ്ങൾക്കെല്ലാം ഹാബീലിന് അവരുടെ ശിക്ഷ പോലോത്തൊരു ശിക്ഷ അള്ളാഹു നൽകുന്നുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവൻ നൽകിയത് അള്ളാഹുവാണ്, അത് തിരിച്ചെടുക്കാൻ അള്ളാഹുവിന് മാത്രമേ അധികാരമുള്ളൂ. ഒരു മനുഷ്യനും ഒരാളെ ജീവൻ എടുക്കുക സാധ്യമല്ല. നമ്രൂദുമായി സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം സംവാദം നടത്തുമ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ റബ്ബാണ് യുഹീ വയുമീറ്റ്, ജീവൻ നൽകുന്നതും മരിപ്പിക്കുന്നതും അള്ളാഹുവാണ്. അപ്പോൾ നമ്രൂദ് എന്ത് പറഞ്ഞു? ജയിലിൽ കിടക്കുന്നവർ രണ്ടാളുകളെ കൊണ്ടുപോകാന്ന് പറഞ്ഞു. ദേ വേ സെൻറ്റൻസ് ഡെത്ത്. അവർ വധശിക്ഷ നടപ്പാക്കപ്പെടുന്ന ആളുകളാണ്. അവരെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഒരാളോട് പറഞ്ഞു നീ പൊയ്ക്കോ, മറ്റേ ആളെ അവിടെ വെച്ച് കൊല്ലാൻ പറഞ്ഞു. കണ്ടില്ലേ, ഞാൻ ജീവൻ കൊടുത്തു, ഞാൻ ഒരാളെ കൊന്നു. ജീവൻ എടുക്കാനും ജീവൻ കൊടുക്കാനും ഇബ്രാഹീമേ അലൈഹിസ്സലാം, നിന്റെ പടച്ചവന് കഴിയുന്ന പോലെ എനിക്കും കഴിയുമെന്ന് നമ്രൂദ് വാദിച്ചപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം അതിന് മറുപടി കൊടുക്കുന്നില്ല. കാരണം ആ പറഞ്ഞ വാദം അടിസ്ഥാനരഹിതമാണ്. എന്തുകൊണ്ട്? ഒരു മനുഷ്യനെ കൊല്ലുക എന്ന് പറയുന്നത് ഒരു ബോഡിയുടെ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്യലാണ്. റൂഹ് നിലനിൽക്കാൻ മനുഷ്യൻ്റെ ശരീരത്തിൽ എന്ത് സെറ്റപ്പ് വേണമോ എന്ന് അള്ളാഹു തീരുമാനിച്ചതിനെ ബ്രേക്ക് ചെയ്യുകയാണ് ഒരു കൊലപാതകി ചെയ്യുന്നത്. എന്നാൽ മരണം നടത്തുക എന്ന് പറഞ്ഞാൽ ഒരു രോഗിയുടെ ദേഹത്ത് തൊടാതെ ആ ദേഹത്ത് നിന്നും ദേഹിയെ, റൂഹിനെ പിടിച്ചെടുക്കാൻ ഒരു മനുഷ്യന് കഴിയുമോ? ആ ബോഡിയിൽ ഡാമേജ് ചെയ്യരുത്, ആ ബോഡിയിൽ വിഷം കുത്തിവെക്കരുത്, ആ ബോഡിയിൽ നിങ്ങൾ അപകടം വരുത്തരുത്. കിടന്ന മനുഷ്യനെ, ആ കിടക്കുന്ന കിടപ്പിൽ നിന്ന് റൂഹിനെ പിടിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ? എങ്കിലാണ് എനിക്ക് മരിപ്പിക്കാൻ കഴിയുമെന്ന് പറയാൻ പറ്റൂ. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം തർക്കിക്കാൻ നിന്നില്ല. എൻ്റെ പടച്ചവൻ ആരെന്നറിയുമോ? എൻ്റെ പടച്ചവനാണ് സൂര്യനെ കിഴക്കുദിപ്പിക്കുന്നത്, നീ അങ്ങ് ഉദിപ്പിച്ചേ സൂര്യനെ പടിഞ്ഞാറു നിന്ന്. ദൈവനിഷേധിയായ നിരീശ്വരവാദിയായ നമ്രൂദ് ഉത്തരം മുട്ടി എന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ജീവിതവും മരണവും അള്ളാഹു സംവിധാനിക്കുന്നതാണ്. ഒരു റൂഹിനെയും നശിപ്പിക്കാൻ, ആ ശരീരം ബ്രേക്ക് ചെയ്യാൻ അള്ളാഹു ആരെയും അനുവദിച്ചിട്ടില്ല. കോടതികൾക്ക് നൽകിയ അധികാരമൊഴികെ, കോടതികൾ ശിക്ഷ വിധിക്കുന്നതൊഴികെ, അതും ജഡ്ജിമാർ അത്രക്കുമേൽ സൂക്ഷ്മതയോടുകൂടെ വിശകലനം ചെയ്ത് പഠിച്ചതിന് ശേഷം കുറ്റവാളിയാണെന്ന് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ ഒരു മനുഷ്യനെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ പാടുള്ളൂ. അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കുകയാണ്, ആ വലിയൊരു പാതകം ചെയ്യാൻ നിമിത്തമായത് എന്തേന്നറിയുമോ? അൽ ഹസദു, അസൂയയായിരുന്നു. അസൂയയാണ്. ഒരു ആലുവ കച്ചവടക്കാരൻ അടുത്ത ആലുവ കച്ചവടക്കാരനോട് ചിലപ്പോൾ ഒരു പക്ഷേ, ഒരു ഒപ്റ്റിക്കൽസിന് അടുത്ത ഒപ്റ്റിക്കൽസിന്, ഒരു കാർ ഷോപ്പുകാരൻ അടുത്ത കാർ ഷോപ്പിനോട്, ഒരു ജ്യൂസ് വിൽക്കുന്ന കടക്കാൻ അടുത്ത ജ്യൂസ് കടയോട്, ഒരു റെസ്റ്റോറൻറ്റുകാരന് തൊട്ടപ്പുറത്ത് വരുന്ന റെസ്റ്റോറൻറ്റ് കടക്കാരനോട് ഇങ്ങനെയൊക്കെ തോന്നാം. ഒരു മുസ്ലിയർക്ക് വേറെ മുസ്ലിയരോടും തോന്നാം, ഒരു എഞ്ചിനീയർക്ക് വേറെ എഞ്ചിനീയറോട് തോന്നാം, എല്ലാവർക്കും. ഇനി ഒരു മൈക്ക് സെറ്റർക്ക് അടുത്ത മൈക്ക് സെറ്റരോട് തോന്നാം. സ്വാഭാവികമാണ്. എന്തേ? മനുഷ്യൻ വിചാരിക്കുന്നത് റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ മാന്തിയെടുക്കുന്നതാണെന്നാണ്. ആണോ? അല്ല.
നിങ്ങളുടെ റിസ്ക്കിൽ നിന്ന് ഒരക്ഷരം, ഒരു ഫിൽസ് പോലും കുറയാതെ നിങ്ങളുടെ തൊട്ടടുത്ത ഷോപ്പുകാരന് കൊടുക്കാൻ അള്ളാഹുവിന് കഴിയും. നിങ്ങളുടെ റിസ്ക് എടുത്ത് അതിൽ നിന്ന് പകുതിയല്ല അടുത്തവന് കൊടുക്കുന്നത്. പിന്നെയോ നിങ്ങൾക്ക് വേണ്ട കസ്റ്റമറെ കൊണ്ടുവരാൻ അള്ളാഹു കഴിയും. ഒരു കഷ്ണം വാങ്ങിയവനെ കൊണ്ട് 2 കിലോ വാങ്ങിപ്പിക്കാനും അള്ളാഹുവിന് കഴിയും. അതുകൊണ്ട് എൻ്റെ അരികത്ത് വന്ന കച്ചവടക്കാരന് റബ്ബേ നീ ബർക്കത്ത് കൊടുക്കണേ എന്ന് ദുആ ചെയ്യുന്ന കച്ചവടക്കാർ വേണം. അവൻ പൊളിഞ്ഞു പോകട്ടെ എന്ന് പറഞ്ഞ് കൂടോത്രം ചെയ്യുന്നവരല്ല വേണ്ടത്. അങ്ങനെ ചെയ്യുക. കോഴിമുട്ട അനങ്ങിയ മുട്ട പരിപാടിയാണ്. കൂടോത്രം ചെയ്യുക, സിഹിർ ചെയ്യുക, ഓടിക്കാൻ, മാരണം ചെയ്യുക. ആ സാധു എന്തൊക്കെയോ പണ്ടവും സ്വർണ്ണമൊക്കെ വിറ്റിട്ട് തുടങ്ങിയ കച്ചവടമായിരിക്കും. ഇപ്പം കൊണ്ടുവന്ന് കൂടോത്രം ചെയ്യും. അവിടെ ആ സാധനം ഇത് കണ്ടുപിടിക്കാനും കഴിയില്ല. അങ്ങനെ കസ്റ്റമർ ആരും കയറാണ്ടാവും, പോവും ചെയ്യും. ഇന്നിപ്പോൾ അതും കച്ചവടം, കൊലപാതകം വരെ എത്തി. സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമ്മുടെ നാടിനെ കാക്കട്ടെ. അബദ്ധങ്ങളിലും ഇതുപോലെയുള്ള വീഴ്ചകളിലും ചെന്നുപെടാതെ അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആലോചിച്ച് നോക്കൂ, അസൂയയാണ് മനുഷ്യനുള്ളത്. ഒരുത്തൻ്റെ വീട് കാണുമ്പോൾ അതുപോലെയോ അതിലേറെയോ അതിന് സമാനമോ നമുക്കനുയോജ്യമായതോ ആയത് അള്ളാഹു തരാൻ കഴിവുള്ളവനാണ് എനിക്ക്, ഞാൻ എന്തിനസൂയ വെക്കണം? അള്ളാഹു ഒരു മനുഷ്യന് കൊടുത്തത് എനിക്കിഷ്ടമായില്ല എന്ന് പറയാൻ, അള്ളാഹിൻ്റെ അധികാരത്തിൽ കയറിക്കളിക്കാൻ ആരാണ് നിങ്ങൾക്ക് അധികാരം തന്നത്? അസൂയ എന്ന് പറഞ്ഞതല്ലേ, അള്ള കൊടുത്തത് എനിക്കിഷ്ടമായില്ല, നീ ആരാണത് ചെയ്യാൻ? അള്ളാന്റെ തീരുമാനമല്ലേ അത്. നിനക്ക് തരാനും തരാതിരിക്കാനും നിന്റെ കൂട്ടുകാരന് കൊടുക്കാനും കൊടുക്കാതിരിക്കാനും അധികാരമുള്ളവനല്ലയോ അള്ളാഹു. അതുകൊണ്ട് റബ്ബേ നീ ആർക്ക് കൊടുക്കുന്നതും എനിക്ക് പൊരുത്തമാണ്, എനിക്കാവശ്യമുള്ളതും നീ തരേണമേ എന്ന് റബ്ബിനോട് ദുആ ചെയ്യലല്ലേ വേണ്ടത്. ഒരാൾ നശിച്ചു പോകണം എന്ന് ചിന്തിച്ച് എനിക്ക് കിട്ടണം ബിസിനസ്, എൻ്റെ അടുത്ത് വരണം ആളുകൾ, എൻ്റെ ഷോപ്പിലേ കയറാവൂ, അവിടെ പോയി കയറരുത്, ഇതൊരു മുസ്ലിമിന് ചിന്തിക്കുക പാടില്ല. ഇന്നി ഉരീദു അൻ തബൂഅ ബിഇസ്മി വഇസ്മിക് ഫതകൂന മിൻ അസ്ഹാബിൻ നാർ വദാലിക ജസാഉൽ ളാലിമീൻ. എല്ലായിടത്തും അസൂയയാണ്. മനുഷ്യൻ നോക്കുന്നിടത്ത് മുഴുവൻ. ഒരു മനുഷ്യൻ്റെ ഒരു ഹൗസ് വാമിങ് നടന്നാൽ പോലും അസൂയല്ലേ. ഞാൻ പറയും, നാട്ടുകാർക്ക് വേണം ചോറ് കൊടുക്കും വേണം, ഒരു അസൂയ കാണും വേണം, എന്നിട്ട് ഒരു കുഴഞ്ഞ് വീഴും വേണം. എന്തിനായി പണി ചെന്നാൽ പിന്നെ ചെയ്യാതിരുന്നാൽ പോരെ? വീടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നാട്ടുകാരെ വിളിച്ചിട്ട് നല്ല ഭക്ഷണം കൊടുത്തിട്ട് വലിച്ചതായിരിക്കും. ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് എനിക്കറിയാം എന്നാ ഞാൻ പറഞ്ഞോണ്ടാ, ഞാൻ ഇപ്പം പറയില്ല, വെറുതെ പറയാ, തട്ടിവിടുക. ഒരു മനുഷ്യൻ്റെ ഇജ്ജത്തിനെ തകർക്കുക. അതുമല്ല, അസൂയ കൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഒരു പുതിയ വീട്ടൊക്കെ ഉണ്ടാക്കി ഹൗസ് വാമിങ് നടത്തുമ്പോഴേ ചെരുപ്പിട്ട് ചളിയുള്ള ഷൂട്ട് കയറിപ്പോവുക. അത് അസൂയ എന്നല്ലാതെ എന്തായാലും പറയാൻ. ഒരു മനുഷ്യൻ്റെ വീട് വൃത്തിയായ ഒരു കാർപ്പറ്റ് വിരിച്ച് സോഫ സെറ്റ് വിരിച്ച് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഭക്ഷണം തന്ന് വിടുന്ന ഒരു മനുഷ്യൻ്റെ വീട് ചളിയാക്കി കൊടുത്തു പോരാ. എന്നിട്ട് ആ ഷൂ വെച്ച് ചുമരുമ്മലൊക്കെ ചാരി നിർത്തേണ്ട ചെക്കന്മാർക്ക് ജ്യൂസും പിടിച്ചിട്ട്. നിങ്ങളെ സ്വന്തം വീട്ടിലത് ചെയ്യുമോ? നിങ്ങളുടെ സ്വന്തം വീട്ടിൽ ചെരുപ്പിട്ടുകാരെ ഉമ്മ തല്ലൂലേ? ഒരു മനുഷ്യൻ്റെ വീട്ടിൽ അത്ര വൃത്തി സൂക്ഷിക്കുമ്പോൾ നമ്മൾ തീരുമാനിക്കേണ്ടേ? ആ വീട്ടുകാരനെ പറയാൻ പറ്റൂല ചെരുപ്പൂരി വെക്കുക, എന്നാൽ പിന്നെ അവിടെ കച്ചറയാവും അല്ലേ? ആ വീട്ടുകാരൻ മിണ്ടാണ്ടിരിക്കും. നമ്മൾ ശ്രദ്ധിക്കണ്ടേ? ഒരു പുതിയ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ചെരുപ്പഴിച്ച് വെച്ച് കയറിക്കൂടെ? ആ മനുഷ്യൻ ലക്ഷങ്ങൾ ചെലവഴിച്ച് വൃത്തിയിൽ ചെയ്തത് പിന്നെ ആർക്കെങ്കിലും അവിടെ നിസ്കരിക്കാൻ പറ്റും? റൂമിൽ ഈ ഷൂട്ട് ഇത് എത്ര വൃത്തിയാക്കണം? പാതിരാത്രി ആൾക്കാർ പോയിട്ട് ഉറങ്ങാതെ വൃത്തിയാക്കി തലകറങ്ങി വീഴൂലേ അവരൊക്കെ? എന്തിന് വൃത്തികേടാക്കണം? നമ്മൾ പറയാം അത്തഹൂർ ഷത്റുൽ ഈമാൻ, ഈമാൻ്റെ പകുതിയാണ് വൃത്തിന്ന്. എന്നിട്ട് ഈ കക്കൂസ് പോകുന്ന ഷൂട്ടിട്ട് ഒരു പുതിയ വീട്ടിൽ കയറി ചെല്ലുക, എന്നിട്ട് അങ്ങ് വൃത്തികേടാക്കി പോരാ. ചെയ്യരുത് മക്കളെ, ദയവ് ചെയ്ത് ഒരു കല്യാണ വീട്ടിൽ വൃത്തികേടാക്കി കൊടുക്കുക. എന്തിനത്? അസൂയയാണ്. ഇതിൻ്റെ പേരാണ് അസൂയ. ഇത് അസൂയയാണ്, കണ്ടുകൂടായ്മയാണ്. മനസ്സിന് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടേ ചില ആളുകൾ ചോദിക്കുമ്പോൾ സുഖം തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര കുഴപ്പമാണ് എന്ന് പറഞ്ഞു കേൾക്കാൻ ആഗ്രഹിക്കുന്ന എത്ര മനുഷ്യന്മാരുണ്ടെന്നറിയോ? സുഖമാണെന്ന് പറയും. ആ സുഖമാണ്, വലിയ സുഖമാണോ? ആ തോന്നുന്നുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിന് സമാധാനമാവും. ഇല്ലെങ്കിൽ അവന് ബേജാറാണ്, ഇയാൾക്കൊരു കുഴപ്പമില്ലേ എന്ന്. സുബ്ഹാനല്ലാഹ്. പ്രയാസങ്ങളൊന്നും ഇല്ല എന്ന് കേൾക്കാൻ ഇഷ്ടപ്പെടാത്തവർ യാ അല്ലാഹ് നല്ലൊരു ചോദിക്കും സുഖം തന്നെയല്ലേ? പിന്നെ എന്തിനാ ചോദിക്കണത്? സുഖം തന്നെയല്ലേ എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന് സുഖമാണ്, കുഴപ്പങ്ങളില്ല, റാഹത്താണ് എന്ന് കേൾക്കാനല്ലേ നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കേണ്ടത്? അങ്ങനെയല്ലേ നമ്മുടെ കൽബിലേക്കാണ് അള്ളാഹു നോക്കുന്നത്, നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസിലേക്കല്ല. അള്ളാഹു നോക്കുന്ന ഇടം കൽബാണ്, അവിടെ നന്നാക്കി വെക്കണേ. അസൂയ വേണ്ട.
ഒരാളോടും കുശുമ്പ് വേണ്ട, ഒരാളോടും പക വേണ്ട. നിങ്ങളുടെ കൽബ് ശുദ്ധിയാക്കണേ എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്ത് തന്നെ വലിയ ആളായി നടന്നിട്ടും കാര്യമില്ല, നിങ്ങളുടെ ശരീരത്തിലെ ഒരു മാംസകഷ്ണം നന്നാക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റാതെ നിങ്ങൾ എത്ര ഹജ്ജും ഉംറയും സ്വതക്കയും ദാനധർമ്മങ്ങളും കല്യാണം സൽക്കാരം നടത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല. അലാ വഹിയൽ ഖൽബ്, അത് ഹൃദയമാണ്, അത് ഹൃദയമാണ്, അത് ഹൃദയമാണ്. അവിടെ നന്നാക്കണേ. വെറുപ്പ് കൊണ്ട് നടക്കല്ലേ, അസൂയ കൊണ്ട് നടക്കല്ലേ, വൈരാഗ്യം കൊണ്ട് നടക്കല്ലേ, പ്രതികാരം കൊണ്ട് നടക്കല്ലേ. എല്ലാവർക്കും നല്ലത് വരണം, എല്ലാവരും രക്ഷപ്പെടണം, എല്ലാവരും സന്തോഷിക്കണം എന്ന് ചിന്തിക്കുന്നവനാണ് സത്യവിശ്വാസി. അതിനാണ് അദ്ദീനു അന്നസ്വീഹ. ദീനെന്ന് പറയുന്നത് എല്ലാവർക്കും നല്ലത് വരണം എന്ന് വിചാരിക്കലാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ലാ തഹാസദൂ, നിങ്ങൾ പരസ്പരം അസൂയപ്പെടരുതേ, വലാ തബാഗദൂ, നിങ്ങൾ പരസ്പരം ദേഷ്യപ്പെടരുതേ, വലാ തനാജശൂ, നിങ്ങൾ പരസ്പരം വൈരാഗ്യം കാണിക്കരുതേ, കൂനൂ ഇബാദല്ലാഹി ഇഖ്വാനാ, അള്ളാഹുവിൻ്റെ പടപ്പുകളെ നിങ്ങൾ സഹോദരങ്ങളെ പോലെ ആവണം. അൽ മുസ്ലിമു അഖുൽ മുസ്ലിം, ഒരു വിശ്വാസി തൻ്റെ കൂടെയുള്ള വിശ്വാസിയുടെ സഹോദരനാണ്, തൻ്റെ ഉമ്മ പെറ്റവനെ പോലെയാണ്. ലാ യദ്ലിമുഹു, അവരോട് അനീതി ചെയ്യരുത്. വലാ യഖ്ദുലുഹു, അവനെ നാണം കെടുത്തരുത്. വലാ യഹ്ഖിറുഹു, അവനെ നിസ്സാരനാക്കരുത്. എന്നിട്ട് പറഞ്ഞു, ഹസ്ബുംരിഇൻ മിനശ്ശർരി, ഒരു മനുഷ്യന് മലയോളം വരുന്ന വിപത്ത് വരാൻ കാരണം അയ്യഹ്ഖിറാഖാഹുൽ മുസ്ലിം, തൻ്റെ കൂടെയുള്ള വിശ്വാസിയായ ഒരു സഹോദരനെ നിസ്സാര കണ്ണുകൊണ്ട് നോക്കുന്നത്, ഒരാളെ വില വെക്കാതിരിക്കുന്നത്, ഒരാൾക്ക് ബഹുമാനം കൊടുക്കാതിരിക്കുന്നത് ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ വിപത്താണ് എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തെ കാര്യം, മുആദ് ഇബ്നു ജബൽ എന്നവരോട് നബി തങ്ങൾ പറഞ്ഞതാണ്. യമനിലേക്ക് പോകുമ്പോൾ, യമൻ അന്ന് മുസ്ലിം ഭരണമായിരുന്നില്ല, യമൻ തൗഹീദ് ലഭിച്ചിരുന്നില്ല. അന്ന് യമനിൽ തൗഹീദില്ലായിരുന്നു. അവിടെ തൗഹീദിൻ്റെ വെളിച്ചവുമായി പുണ്യനബി പറഞ്ഞയച്ച സ്വഹാബിയാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന പണ്ഡിതന്മാരുടെ നേതാവ്. മുആദേ, വത്തഖി ദഅവതൽ മദ്ലൂം, നീതി നിഷേധിക്കപ്പെടുന്ന ആളുകളുടെ പ്രാർത്ഥന നിങ്ങൾ പേടിക്കണമേ, അനീതി ചെയ്യരുതേ. മുആദേ, ഫഇന്നഹു ലൈസ ബൈനഹാ വബൈനല്ലാഹി ഹിജാബ്, ആ പ്രാർത്ഥനയുടെയും അല്ലാഹുവിൻ്റെയും ഇടയിൽ മറയില്ല കേട്ടോ എന്ന് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറയുമ്പോൾ, ആരാണ് ആ പ്രാർത്ഥിക്കാനിടയുള്ളത്? അവിശ്വാസികൾ. യമനിൽ അവിശ്വാസികളായിരുന്നു. അവിടത്തേക്ക് ദഅവത്തിന് പറഞ്ഞേക്കാണ്. എന്നിട്ട് പറഞ്ഞു, മുആദേ, നിങ്ങൾ അവരോട് അനീതി ചെയ്യരുതേ. അനീതി ചെയ്തു കഴിഞ്ഞാൽ അവർ അല്ലാഹുവിനോട്, അവരുടെ പടച്ചവനോട്, അവരുടെ ദൈവത്തോട് അവർ പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയ്ക്കിടയിൽ പിന്നെ മറയില്ല. പടച്ചതമ്പുരാൻ വിശ്വാസിയുടെയും അവിശ്വാസിയുടെയും പടച്ചവൻ അല്ലാഹു തന്നെയല്ലയോ? ആ പ്രാർത്ഥന അല്ലാഹു കേൾക്കുന്നുണ്ട്. അതിന് മറുപടി ലഭിക്കുന്നത് നമ്മൾ വിചാരിക്കാത്ത വഴിയിലൂടെയായിരിക്കും. അതുകൊണ്ട് മുആദേ, അനീതി ചെയ്യരുതേ എന്ന് മുആദ് ഇബ്നു ജബൽ തങ്ങളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്നഹു ലൈസ ബൈനഹാ വബൈനല്ലാഹി ഹിജാബ്. മുഹമ്മദ് ഇബ്നു സിരീൻ തങ്ങൾ, ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് മഹാനവരുടെ താരീഖുൽ കബീറിൽ ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. വളരെ വളരെ വിചിത്രമായ ഒരു സംഭവം, ഒരു ചരിത്രം. ചില ആളുകൾ അനീതി ചെയ്യുമ്പോൾ അവർ വിചാരിക്കും ഞാൻ ചെയ്യുന്നത് നീതിയാണ് എന്ന്. അതാണ് അപകടം. ചെയ്യുന്നത് ദുൽമാണ്, എന്നിട്ട് വിചാരിക്കും ഞാൻ ചെയ്യുന്ന നല്ല കാര്യമാണ്, എന്നിട്ട് അത് ന്യായീകരിക്കുകയും ചെയ്യും. ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് താരീഖുൽ കബീറിൽ മുഹമ്മദ് ഇബ്നു സിരീൻ തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു സംഭവം ഇങ്ങനെയാണ്. മുഹമ്മദ് ഇബ്നു സിരീൻ എന്ന് പറയുന്ന താബിഈങ്ങളിൽ കഴിഞ്ഞു പോയ മഹാൻ കഅബാലയത്തിൻ്റെ അരികത്തിരിക്കുമ്പോൾ സമിഅ്തു റജുലൻ യഖൂൽ. നോക്കണേ, രാഷ്ട്രീയം തലയിൽ കയറിയാൽ സത്യവും അസത്യവും മനസ്സിലാകാതെ പോകുന്നവരുണ്ട്. അതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് ഈ സംഭവം. ഇമാം ബുഖാരി തങ്ങൾ താരീഖുൽ കബീറിൽ ഉദ്ധരിച്ചിട്ടുള്ള സംഭവം.
മുഹമ്മദ് ബിൻ സിരീൻ എന്നവർ കഅബാലയത്തിൻ്റെ അരികത്തിരിക്കുമ്പോൾ ഒരു മനുഷ്യനിങ്ങനെ പ്രാർത്ഥിക്കുന്നത് കേൾക്കുന്നു. അല്ലാഹുമ്മ ഗ്ഫിർലി, പടച്ചവനെ നീ എനിക്ക് മാപ്പ് നൽകുമോ? വഇൻ കുൻതു അദുന്നു അന്നക ലൻ തഗ്ഫിറ ലി, നീ എനിക്ക് പുറത്തു തരാൻ ഒരു സാധ്യതയുമില്ലെന്ന് എനിക്കറിയാം, എന്നാലും എനിക്ക് മാപ്പ് തരുമോ? വല്ലാത്തൊരു ചോദ്യം. പടച്ചവനെ എനിക്ക് മാപ്പ് നൽകുമോ? നീ എനിക്ക് മാപ്പ് നൽകാൻ ഇടയില്ല എന്നെനിക്കറിയാം, എന്നാലും ചോദിച്ചോട്ടെ, നീ എനിക്ക് മാപ്പ് നൽകുമോ? ഇത് കേട്ടപ്പോൾ മഹാനായ അല്ലാമ മുഹമ്മദ് ബിൻ സിരീൻ തങ്ങൾ ആ മനുഷ്യനോട് പോയി ചോദിച്ചു, ഇതെന്ത് വിചിത്രമായ ദുആയാണ്, ഇതുപോലെ ഒരു വിചിത്രമായ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടില്ലല്ലോ, എന്ത് പ്രാർത്ഥനയാണിത്? അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ആരാ? ഞാൻ മുഹമ്മദ് ബിൻ സിരീൻ, ഹദീസ് പണ്ഡിതനായ മുഹമ്മദ് ബിൻ സിരീൻ ആണല്ലേ? അതെ അതെ അതെ. എൻ്റെ കഥ നിങ്ങൾക്കറിയാത്തത് കൊണ്ടാണ്. ഞാൻ വലിയൊരു പാതകം ചെയ്തു പോയി, ഞാനത് ചെയ്യുമ്പോൾ വിചാരിച്ചു അത് ശരിയാണ് എന്ന്. പാതകം എന്താണെന്നറിയണ്ടേ? പുണ്യനബി തങ്ങളുടെ പ്രിയപ്പെട്ട പുതിയാപ്പിള ഹബീബിൻ്റെ 2 മക്കൾ റുഖയ്യ ബീവിയെയും ഉമ്മു കുൽസൂം ബീവിയെയും, ഒരാളുടെ മരണശേഷം മറ്റൊരാളെ, അങ്ങനെ 2 മക്കളെ വിവാഹം ചെയ്ത ഹബീബിൻ്റെ പുതിയാപ്പിള ദുന്നൂറൈൻ, അള്ളാഹുവിൻ്റെ മാലാഖമാര് പോലും നാണിച്ചു പോകുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ അന്നത്തെ രാഷ്ട്രീയക്കാർ കൊലപാതകം ചെയ്തതാണ്. മഹാനവറുകളെ വീട്ടിൽ കടന്നാക്രമിച്ച് കൊല ചെയ്തതാണ്. ഷഹീദാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഉഹദിൻ്റെ മലയിൽ നിൽക്കുമ്പോൾ തങ്ങൾ പറഞ്ഞിരുന്നുവല്ലോ, ഉസ്ബുത് യാ ഉഹദ് ഫഇന്നമാ അലൈക നബിയ്യുൻ വസിദ്ദീഖുൻ വശഹീദാൻ. പുണ്യനബി തങ്ങളുടെ കാലിൻ്റെ സ്പർശം കേട്ട് പുളകിതമായി ഉഹദ് ഇങ്ങനെ വിറങ്ങലിച്ചപ്പോൾ, ഉഹദേ അടങ്ങി നിൽക്കണേ, നിന്റെ മീതെ നിൽക്കുന്നത് റസൂലാണ്, സിദ്ദീഖാണ്, അബൂബക്കറാണ് റളിയല്ലാഹു അൻഹു, പിന്നെ 2 ഷഹീദുമാരാണ്. ആ കൂടെ ഉണ്ടായിരുന്ന 2 പേർ, ഒന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവർ, മറ്റേത് ഉസ്മാൻ എന്നവർ. ഉസ്മാൻ എന്നവരെ കൊല ചെയ്തത് അന്നത്തെ രാഷ്ട്രീയ പ്രതിയോഗികളാണ്. ഉസ്മാൻ തങ്ങൾ നീതി പാലിച്ചില്ലെന്ന് പറയുകയും, ആരോടായി പറയുന്നത്? വല്ലദീ തസ്തഹീ മിൻഹു മലായികത്തുർ റഹ്മാൻ, കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ മലക്കുകൾ പോലും നാണിച്ചു പോകുമാർ ഹയാ എന്ന വലിയ ഗുണമുണ്ടായിരുന്ന സ്വഹാബിയെ, ഖുർആൻ രാവിലും പകലും ഓതിയിരുന്ന ഖലീഫയെ, 12 കൊല്ലം നീതിയുക്തമായ ഭരണം നടത്തിയ ആളുകൾ, ആ മഹാൻ സ്വന്തം വീട്ടുകാർക്ക്, കുടുംബക്കാർക്ക് അന്യായമായി ജോലി കൊടുത്തു എന്നവരെ അന്നത്തെ ഖവാരിജുകൾ ആരോപണം ഉന്നയിച്ചു. അങ്ങനത്തെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. ഉസ്മാൻ എന്നവരെ അനീതി ചെയ്തു എന്ന് പറഞ്ഞ് ഉസ്മാൻ എന്നവരെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കെ, സൂറത്തുൽ അറാഫ് ഓതിക്കൊണ്ടിരിക്കെ, ആ മഹാന്റെ ചോരപ്പാടുകൾ വീണ മുസ്ഹഫാണ് ഇന്ന് താഷ്കൻഡിലെ ഇമാം ഖഫാൽ മ്യൂസിയത്തിൽ കിടക്കുന്നത്. യുനെസ്കോ അംഗീകരിച്ചത് 1400 കൊല്ലം പഴക്കമുള്ള കോപ്പി. ഉസ്മാൻ എന്നവരുടെ ചോരപ്പാട് ഇന്നും ഒരു ലൈറ്റായിട്ട് അവിടെ കാണാൻ പറ്റും, ഗ്ലാസിനുള്ളിലാണ്. മഹാനായ ഉസ്മാൻ എന്നവരോട് ദേഷ്യമുണ്ടായിരുന്ന ആ രാഷ്ട്രീയ ഗ്രൂപ്പിൽ വർക്ക് ചെയ്ത ആളായിരുന്നു ഇയാൾ. മുഹമ്മദ് ബിൻ സിരീൻ തങ്ങളോട് പറയുന്നു, മുഹമ്മദ് ബിൻ സിരീൻ, ഞാൻ അള്ളാഹുവിനോട് ദുആ ഇരക്കുകയാണ്, എനിക്ക് മാപ്പ് തരാൻ. മാപ്പ് തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ഞാൻ പറയാൻ കാരണം, ഞാൻ അള്ളാഹുവിനോട് സത്യം ചെയ്തുകൊണ്ടൊരു കാര്യം പറഞ്ഞിരുന്നു. ഇന്നി ഖദ് അഅതൈതുല്ലാഹ അഹ്ദൻ ഇന്നനി ഇദാ തമക്കൻതു മിൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ലതംതുഹു അലാ വജ്ഹിഹി വലഹിയതിഹി. ഉസ്മാൻ എന്നവരെ എനിക്ക് കണ്ടുകിട്ടുകയാണെങ്കിൽ ഉസ്മാൻ എന്നവരുടെ മുഖത്തും ഉസ്മാൻ എന്നവരുടെ താടിയിലും ഞാൻ അടിക്കും എന്ന് ശപഥം ചെയ്തിരുന്ന ഒരു പാർട്ടി പോരാളിയായിരുന്നു ഞാൻ. അന്നത്തെ ആ ഒരു സാഹചര്യം നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഒരു മനുഷ്യൻ ശപഥം ചെയ്യുക, ആരെയായി തല്ലാൻ പോകുന്നത്? ഹബീബിൻ്റെ സ്വഹാബിയെ, സ്വർഗത്തിലേക്ക് പോകുമെന്ന അശറത്തുൽ മുബശ്ശരീങ്ങളിൽപ്പെട്ട മഹാന്, ഖലീഫയായ മഹാന്, ഖുർആന്റെ ഹാഫിളായ മഹാന്, ഖബർ കണ്ടാൽ കരയുമായിരുന്ന മഹാനെ ഞാൻ തല്ലും. പള്ളിയിൽ ഉസ്താദിനെ തല്ലുന്നൊക്കെ ഒരാൾ തീരുമാനിച്ചാൽ അങ്ങനെ ഉണ്ടാവും? ഒരുത്തനങ്ങ് തോന്നുന്നു വിചാരിക്കുക, എന്ത് ചെയ്യും? അങ്ങനെ ഞാൻ ഉസ്മാൻ എന്നവരെ കണ്ടുകിട്ടാൻ നോക്കി നടക്കുന്നതിനിടയിൽ ഉസ്മാൻ എന്നവർ കൊല്ലപ്പെടുകയാണുണ്ടായത്. ഉസ്മാൻ എന്നവരുടെ ജനാസ ഒരു കട്ടിലിൽ അവിടെ വെച്ചിട്ടുണ്ട്. ഉസ്മാൻ എന്നവർക്ക് മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി ആളുകൾ കൂടി നിൽക്കുമ്പോൾ
നിസ്കരിക്കുന്ന ആളുകളുടെ ഇടയിലൂടെ ഞാനും കയറി ചെന്നു. ഈ ദുഷ്ടനായ മനുഷ്യൻ പറയാം, ആൾ പിന്നെ തൗബ ചെയ്തു. ഞാൻ കയറി ചെന്നു, ഞാൻ അള്ളാഹു കൊടുത്ത ഒരു വാക്കുണ്ടല്ലോ, എന്ത് തക്കം കിട്ടിയ ഉസ്മാനുടെ മുഖത്തടിക്കും. അങ്ങനെ ആളുകളില്ലാത്തൊരു നേരം കണ്ടുകിട്ടിയപ്പോൾ ജനാസയായി മയ്യിത്തായി ഷഹീദായി കിടക്കുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്നവരുടെ മുഖത്തെ വസ്ത്രം ഞാൻ നീക്കിയിട്ട് എൻ്റെ കൈകൊണ്ട് ഞാൻ അടിച്ചു. ആ താടിയിൽ ഞാൻ പിടിച്ചു. പക്ഷേ അടിച്ചതും പിടിച്ചതുമേ ഓർമ്മയുള്ളൂ. ഇല്ലാ ഖദ് ശല്ലത് വയബിസത് കഅന്നഹാ ഖശബ. എൻ്റെ കയ്യങ്ങ് ഉണങ്ങുകയും മരം പോലെ ദ്രവിച്ചു പോവുകയും ചെയ്തു. കയ്യങ്ങ് മരവിച്ചു പോയി. ആ മുഖത്ത് തൊട്ടപ്പോൾ എൻ്റെ കൈ മരവിച്ചു പോയി. മഹാനായ അല്ലാമ ഇബ്നു സിരീൻ, മുഹമ്മദ് ഇബ്നു സിരീൻ തങ്ങൾ പറയുന്നു, ആ മനുഷ്യൻ്റെ വലത് കൈ ഞാൻ കണ്ടു, ഒരു മരക്കഷ്ണം പോലെ ആയിട്ടുണ്ട്. അടിച്ചപ്പോൾ അല്ലാഹു കൊടുത്ത ശിക്ഷയാണ്. എന്തിനിത്? താൻ ചെയ്ത ശപഥം സത്യം വരിക്കാൻ വേണ്ടി, അത് സത്യമായി പുലർത്താൻ വേണ്ടി ചെയ്തതോ തെറ്റ്, നീയത്ത് ചെയ്തതോ അബദ്ധം, എന്നിട്ട് പിന്നെ അതിൻ്റെ മീതെ ആ പാതകവും ചെയ്തപ്പോൾ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ കറാമത്ത് വെളിവായി. ആ മനുഷ്യൻ്റെ കൈ അങ്ങ് ഉറച്ചുപോയി. ഇബ്നു സീരീൻ തങ്ങൾ പറയാണ്, ഇമാം ബുഖാരിയാണ് ഇത് ഉദ്ധരിക്കുന്നത്, ഫഅന റഅയ്തു യദഹു യാബിസതൻ കഅന്നഹാ ഊദ്. ഒരു മരക്കഷ്ണം പോലെ ഉറച്ചുപോയ കൈ ഞാൻ കണ്ടു. മടക്കാനോ നിവർത്താനോ കഴിയാത്ത കൈ ഞാൻ എൻ്റെ കണ്ണിൽ കണ്ടു എന്ന് ഉസ്മാൻ എന്നവരടിച്ച ആ മനുഷ്യനെക്കുറിച്ച് മുഹമ്മദ് ഇബ്നു സീരീൻ തങ്ങൾ പറയാൻ അതിൻ്റെ സാക്ഷിയാണവർ. നോക്കൂ മുഅ്മിനീങ്ങളെ, അന്യായം ചെയ്യുന്നത് എവിടെയാണ്? അന്യായങ്ങളിൽ ഏറ്റവും വലിയ അന്യായം ദീനിൻ്റെ അഹലുകാരോട് ചെയ്യുന്ന അന്യായമാണ്. ദീനിൻ്റെ പേരിൽ മുറവിളി കൂട്ടുന്നവരെ, അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ പേരിൽ മുറവിളി കൂട്ടുന്നവരെ, പണ്ഡിതന്മാരെയോ സയ്യിദന്മാരെയോ നിങ്ങളൊന്ന് വെറുതെ വിടൂ. നിങ്ങളെക്കാളും മെച്ചമാണ് അവരെ. അവരാരും ഗീബത്ത് പറയാൻ പോയില്ലല്ലോ. നിങ്ങൾ പറയുന്നത് പച്ച ഗീബത്താണ്, നമീമത്താണ്, ഖദ്ഫാണ്, ബുഹ്താനുൻ അദീമാൻ. ഇങ്ങനെ പറയരുത് എന്ന് പറഞ്ഞതല്ലേ നമ്മുടെ ദീൻ? അതല്ലേ പുണ്യനബി നമ്മളോട് പറഞ്ഞത്? മഹത്തുക്കളായ ആളുകൾക്ക് സംഭവിക്കുന്ന എന്തെങ്കിലും അവരുടെ ചെറിയ തെറ്റുകളോ കുഴപ്പങ്ങളോ ഉണ്ടെങ്കിൽ പോലും അൽ